2.3 question number 2 ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പാരലോഗ്രംസ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അൺനോൺസ് എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കുറെ പാരലോഗ്രം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അൺനോൺസ് എക്സ് വൈ സെഡ് എന്നതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കലാണ് ഈ ഓരോ പാരലോഗ്രത്തിലും നമുക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്ന ഫിഗർ നോക്കിയേ. ഈ ഫിഗറിന്റെ പേര് നമ്മൾ ABCD എന്ന് കൊടുത്തു. പാരലോഗ്രം ABCD. പാരലോഗ്രം ABCD നോക്കുമ്പോൾ നമുക്ക് കാണാം ആംഗിൾ B നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ആംഗിൾ B ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആംഗിൾ ആണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? ആംഗിൾ Y. എന്തുകൊണ്ടാണ്? opposite angles of a parallelogram are equal. സോ നമുക്ക് ആംഗിൾ B 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ Yയും എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ആംഗിൾ Y എന്തായിരിക്കും? 100 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആംഗിൾ Y കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ Xും അതുപോലെ തന്നെ ആംഗിൾ Z ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നോക്കാം, ആംഗിൾ Z നോക്കാം. ആംഗിൾ Z കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെൻ്ററി. അതായത് ഇതിൻ്റെ മെഷർ, അതായത് ആംഗിൾ Yയുടെ മെഷറും ആംഗിൾ Zൻ്റെ മെഷറും തമ്മിൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ എന്താണ്? സപ്ലിമെൻ്ററി ആണ്. അതായത് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ Z കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ആംഗിൾ Y. ഓക്കെ, ആംഗിൾ Y മൈനസ് ചെയ്താൽ മതി 180. 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. സോ Z എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ദെൻ ആംഗിൾ Z 80 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ X എത്രയായിരിക്കും? ആംഗിൾ Xും 80 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലേ. ആംഗിൾ Xും ആംഗിൾ Zഉം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആണ്. അത് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നമുക്ക് X കിട്ടി, Y കിട്ടി, Z കിട്ടി. ഓക്കെ, നമുക്ക് ആകെ ഇവിടെ തന്നിട്ടുള്ളത് ആംഗിൾ B മാത്രമായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ആംഗിൾ Y കണ്ടുപിടിച്ചത്. ഏത് റൂൾ വെച്ചിട്ട്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. സോ ആംഗിൾ Y ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ദെൻ അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെൻ്ററി എന്ന റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആംഗിൾ Z കണ്ടുപിടിച്ചത്. എഗെയിൻ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ എന്നുള്ള റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആംഗിൾ X കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുൻപ് ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് നോക്കാം. ABCD is a parallelogram. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. അതെത്രയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ആണ്. ആംഗിൾ D എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ അപ്പോൾ Y എന്ന് പറയുന്ന അടുത്ത് മെഷർ ആണ്, ആംഗിൾ മെഷർ ആണ്. അതെത്രയാണ്? 100 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ദെൻ ആംഗിൾ A പ്ലസ് ആംഗിൾ B എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോറി, ഇവിടെ ആംഗിൾ A പ്ലസ് ആംഗിൾ B അല്ല വരേണ്ടത്, ആംഗിൾ A പ്ലസ് ആംഗിൾ D ആണ് വരേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റേറ്റ്മെന്റിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ D ആണ് വരേണ്ടത്. ആംഗിൾ A പ്ലസ് ആംഗിൾ D ഇസ് ഈക്വൽ ടു എന്ത് വരും? 180 ഡിഗ്രി വരും. അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെൻ്ററി. സോ ആംഗിൾ A എന്ന് പറയുന്നത് Z ആണ്, പ്ലസ് D എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ്. സോ നമുക്ക് 180 ഡിഗ്രി നീട്ടി. അതിൽ നിന്ന് Z കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ ആംഗിൾ Aയും ആംഗിൾ Cയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് X ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. അതും ഏത് റൂൾ അനുസരിച്ചിട്ട്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിന്റെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. പാരലോഗ്രാം PQRS ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പാരലോഗ്രത്തിന്റെ പേരെന്താ? പാരലോഗ്രാം PQRS.
ദെൻ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട മെഷേഴ്സ് ഏതൊക്കെയാണ്? എക്സ്, വൈ, ഇസഡ് ആണ്. സോ നമുക്ക് നോക്കി നോക്കാം ഓരോന്നായിട്ട്. നമുക്കിവിടെ ആംഗിൾ എസ് എത്രയാണ് തന്നിട്ടുള്ളത്? ആംഗിൾ എസ് തന്നിട്ടുണ്ട് എന്ത്? 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ആംഗിൾ എസ് 50 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആംഗിൾ പി കണ്ടുപിടിക്കണം. ആംഗിൾ എസും ആംഗിൾ പിയും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. സോ നമുക്കറിയാം അത് സപ്ലിമെന്ററി ആണ്. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ പി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ എസ് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ആംഗിൾ പി എത്രയാണ്? തന്നിട്ടില്ല, നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. സോ നമുക്ക് കിട്ടി 180 ഡിഗ്രി. ദെൻ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എത്രയാണ്? 180 മൈനസ് 50. ക്ലിയർ ആണല്ലോ. ആൻസർ ഈസ് 130 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ എക്സ് എന്നുള്ള മെഷർ എത്രയാണ്? 130 ഡിഗ്രി. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ പി. ആംഗിൾ പി എന്ന് പറയുന്നത് 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആംഗിൾ പി 130 ഡിഗ്രി, അതായത് ഇവിടെ 130 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആംഗിൾ വൈ എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ആർ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ആർ ആണ് ഇത്. ഇതിന്റെ മെഷർ ആണ് നമ്മളിവിടെ വൈ എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ തെറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആംഗിൾ വൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആംഗിൾ ആർ ആണുള്ളത്, അതിന്റെ മെഷർ ആണ് നമുക്ക് വൈ എന്നുള്ള ഒരു ലെറ്ററോട് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആംഗിൾ പി ആണ്, അതിന്റെ മെഷർ ആണ് ഇവിടെ എക്സ് എന്നുള്ള ലെറ്ററോട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആംഗിൾ ക്യൂ ആണ്. അപ്പോൾ ആംഗിൾ ക്യൂ അല്ല, ആംഗിൾ ഇസെഡ് എന്നുള്ളത് മെഷർ ചെയ്തിരിക്കുന്നത് നോക്കി, ഇതാ ഈ എക്സ്റ്റേണൽ ആംഗിൾ ആണ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ആ മെഷർമെന്റ് ആണ് ഇസെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഇസെഡ് കണ്ടുപിടിക്കണം. ഇസെഡ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ എല്ലാ ആംഗിൾസും കിട്ടി. ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇസെഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് ഇൻ ദ കേസ് ഓഫ് എ പാരലോഗ്രാം. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഇസെഡ് ഈക്വൽ ടു എന്തായിരിക്കും? 130 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ ഒരു പാരലോഗ്രാം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. PQRS is a parallelogram. Angle P plus angle S is equal to 180 degree. Adjacent angles of a parallelogram ആണ് അതെല്ലാം. X plus 50 is equal to 180 degree. X is equal to 130 degree. Angle P is equal to angle R. Opposite angles are equal. So X equal to Y. Then Y is equal to 130 degree. Y is equal to Z എന്ന് പറയുന്നത് alternate angles ആണ്. ഓക്കെ, Y is equal to Z എന്ന് പറയുന്നത് alternate angles ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? Z എന്ന് പറയുന്നത് 130 ഡിഗ്രി എന്ന് പറയാം. നെക്സ്റ്റ് ഫിഗറിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു റോംബസിന്റെ മെഷർമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് നമ്മളിവിടെ ആലോചിച്ചിരിക്കേണ്ടത് എന്താണ്? റോംബസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. റോംബസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. ആ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഇവിടെ ഒന്ന് റിമെമ്പർ ചെയ്യണം. ഓക്കെ, ദെൻ ABCD ഈസ് എ റോംബസ്. ഓക്കെ, ഈ ABCD എന്ന് പറയുന്നത് ഇതൊരു റോംബസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് O എന്ന പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ഈ റോംബസിൽ അത് വരച്ചു വെക്കാം. ABCD എന്ന് പറഞ്ഞൊരു റോംബസ് ഉണ്ട്. ഇതിന്റെ ഡയഗണൽസ് AC-യും BD-യും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് O. ഓക്കെ, O എന്ന പോയിന്റിൽ വെച്ച് അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ആംഗിൾ എത്രയാണ് കിട്ടുന്നത്? 90 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി ആൻഡ് ഇവിടെയും 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇവിടെ ഒരു റോംബസ് ആണ്. ഈ റോംബസിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് O എന്ന പോയിന്റിൽ വെച്ചിട്ട്. സോ നമുക്ക് കിട്ടുന്ന അവിടുത്തെ ആംഗിൾ മെഷേഴ്സ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ അവിടെയാണ് ആരുള്ളത്? എക്സ്. അപ്പൊ എക്സ് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് OCB. OCB എന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കാം, OCB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഇത്. ഈ ട്രയാങ്കിൾ ആണ് OCB. OCB.
ഈ ട്രയാങ്കിളിനകത്ത് ഇവിടെയാണ് എക്സ്, ഓക്കെ, ദെൻ വൈ, ഇവിടുത്തെ ആംഗിൾ മെഷർ എത്രയാണ്? 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ OCB എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ എക്സ് ഇവിടെ, വൈ, ദെൻ 30 ഡിഗ്രി, 3 ആംഗിൾസും കിട്ടി. ക്ലിയർ ആണല്ലോ. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് 30 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 90 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ട് ഡയഗണൽസ് O എന്ന പോയിന്റിൽ വെച്ച് 90 ഡിഗ്രിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ 90 പ്ലസ് വൈ പ്ലസ് 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ദെൻ നമുക്കറിയാം വൈ പ്ലസ് 90 പ്ലസ് 30 120 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. So y is equal to 180 degree minus 120 degree is equal to 60 degree. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്? y ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എക്സ്, വൈ, ഇസഡ്, ഇതിന്റെ മെഷേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി, വൈ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ആരാണ് കാണേണ്ടത്? ഇസഡ് ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും വൈ ഇസ് ഈക്വൽ ടു ഇസഡ്. എന്തുകൊണ്ടാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇസഡും വൈയും ഇസഡും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയാം. സോ ഇസഡിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇസഡ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയായിരുന്നു? എക്സ് 90 ഡിഗ്രി, വൈ 60 ഡിഗ്രി, ഇസഡ് 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ABCD is a rhombus. Therefore, diagonals intersect at 90 degree. So, x is equal to 90 degree. Now, in triangle OCB consider x plus y plus 30 degree is equal to 180 degree. Angles and property അനുസരിച്ചിട്ടാണ്. So, നമ്മൾ അതിൽ നിന്ന് y കണ്ടുപിടിച്ചു. എത്രയാണ്? 60 degree. Then, y equal to z ആണ്. എന്താണ്? Alternate angles. Then, z is equal to 60 degree. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ABCD എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം ആണ്. ഇതിനകത്ത് എക്സ്, വൈ, ഇസഡ് 3 മെഷേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കാണുന്നതിന് മുൻപായിട്ട് നമുക്ക് പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ വേണ്ടത്? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ആംഗിൾ എ എന്ന് പറയുന്നതാണ് എക്സ്. ഓക്കെ, അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും നോക്കാം. രണ്ടും എന്ത് ആംഗിൾസ് ആണ്? അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി. അതിന്റെ മീനിങ് എന്താണ്? ആ രണ്ട് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം? 180 ഡിഗ്രി. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എയുടെ പ്ലേസിൽ ഇവിടെ എന്താണ്? എക്സ് ആണ്. സോ ആംഗിൾ ബിയുടെ പ്ലേസിൽ 80 ഡിഗ്രിയാണ്. സോ ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ നമുക്ക് ഇതിന് എക്സ് കണ്ടുപിടിക്കാം. 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. ആൻസർ എത്രയാണ്? 100 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, ഇനി ആംഗിൾ ബി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആര്? ആംഗിൾ ഡി ആണല്ലോ. ആംഗിൾ ബി ഈക്വൽ ടു
angle D. Opposite angles of a parallelogram are equal. So angle B യും angle D യും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Then angle B എത്രയാണ്? 80 ഡിഗ്രി ആണ്. So angle D എത്രയായിരിക്കും? 80 ഡിഗ്രി. Angle D എന്ന് പറയുന്നത് y ആണ്. So y is equal to 80 ഡിഗ്രി. എന്തുകൊണ്ടാണ് 80 ഡിഗ്രി എന്ന് കിട്ടിയത് മനസ്സിലായല്ലോ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് Z. Z എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ B ആണ്. എന്തുകൊണ്ടാണ്? ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് നമുക്ക് പറയാം Z is equal to ആംഗിൾ B ആണ്. ആംഗിൾ B 80 ഡിഗ്രി ആണ്. ഓക്കെ, then x is equal to എത്രയാണ്? 100 ഡിഗ്രി എന്ന് കിട്ടി. y is equal to 80 ഡിഗ്രി കിട്ടി. Z is equal to 80 ഡിഗ്രി കിട്ടി. ഓക്കെ, പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ എക്സ് വൈ ഇസഡ് കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ABCD is a parallelogram. Angle A plus angle B is equal to 180 degree. Adjacent angles of a parallelogram are supplementary. Then x കണ്ടുപിടിച്ചു. x എത്രയാണ്? 100 degree. Angle D is equal to angle B. Opposite angles of a parallelogram. Okay, ഇത് പാരലോഗ്രാം എന്നാണ് കേട്ടോ. രണ്ട് പാരലൽ ലൈൻസ് ഇട്ടിരിക്കുകയാണ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയതാണ് പാരലോഗ്രാം. Okay, then y is equal to 80 degree. Z is equal to angle B. എന്തുകൊണ്ടാണ്? alternate angles. So x is equal to 100 degree, y is equal to 80 degree and z is equal to 80 degree. Clear? നമുക്ക് next question discuss ചെയ്യാം. Next figure ABCD is a parallelogram. അപ്പോൾ പാരലോഗ്രാമത്തിൽ നോക്കാം. ഇതിനകത്ത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും നോക്കാം. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി ആണ്. രണ്ടും opposite angles of a parallelogram ആണ്. They are equal. Angle D is equal to angle B. Angle D എന്ന് പറയുന്നത് മെഷർ എത്രയാണ്? y ആണ്. Angle B എത്രയാണ്? 112. Okay. Then angle D is equal to y is equal to 112 degree. അപ്പോൾ y നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ACD. ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്യാം. ACD. അതിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? x plus y plus 40 degree is equal to 180 degree. ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. ദെൻ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. y എത്രയാണ്? 112 ഡിഗ്രി ആണ്. പ്ലസ് 40 ഡിഗ്രി is equal to 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് 112 പ്ലസ് 40 152 ഡിഗ്രി is equal to 180 degree. Then x is equal to 180 degree minus 152 degree is equal to 28 degree. അപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 28. y എത്രയായിരുന്നു? 112. Opposite angles of a parallelogram are equal. Then x is equal to z ആണ്. എന്തുകൊണ്ടാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ z എത്രയായിരിക്കും? z is equal to 28 ഡിഗ്രി ആയിരിക്കും. x is equal to z ആണ്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എക്സിന്റെ വാല്യൂ തന്നെയായിരിക്കും z വരുന്നത്. സോ z is equal to 28 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് y is equal to 112 ഡിഗ്രി, x is equal to 28 ഡിഗ്രി, ദെൻ z is equal to also 28 degree. Statements നോക്കാം. ABCD is a parallelogram. Angle D is equal to angle B. Opposite angles of a parallelogram.
y is equal to 112 degree. Then angles and property അനുസരിച്ചിട്ട് x കണ്ടുപിടിച്ചു, that is 28 degree. Okay, z equal to x is equal to 28 degree alternate angles of a parallelogram. Clear ആണല്ലോ? Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽ പ്രോപ്പർട്ടീസ് നന്നായിട്ട് മനസ്സിലാക്കണം. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ എക്സസൈസ് പാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻറ്റ്സോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. മെയിൽ IDയിൽ മെയിൽ ചെയ്താൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.